സ്ഥാനാർത്ഥിക്കൊപ്പം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ തൃശൂർ. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്. നിക്ഷേപങ്ങൾക്ക് കരുതലായി കൂടെയുണ്ട് പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ്. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ് തൃശൂർ, തൃപ്രയാർ. ഹാപ്പി മാരേജിന് ഹാപ്പിയായി സ്വർണ്ണമണിയാം. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിൽ ഡിസൈനർ ജുവലറി, പള്ളിക്കുളം റോഡ് തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും ജോൺസ് ഹോണ്ട, തൃശൂർ, ആലപ്പുഴ. കൽപ്പക വെഡ്ഡിംഗ്, കുന്നംകുളം. കുന്നംകുളത്തിന്റെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം, ഏറ്റവും കുറഞ്ഞ വിലകളിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. തൃശ്ശൂർ മണ്ഡലത്തിൽ തിരക്ക് പിടിച്ച പ്രചരണം. ഇടത് സ്ഥാനാർത്ഥിയും ഒട്ടും പിന്നിലല്ല, പാട്ടും കവിതയുമായെല്ലാമാണല്ലോ യാത്ര. തീർച്ചയായും ഞാൻ സാംസ്കാരിക തലസ്ഥാനത്തൊരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിലാണ് ഇടതുപക്ഷം എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. തൃശ്ശൂരിനൊരു വലിയ സംസ്കാരമുണ്ട്. അത് ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ കലയും സാഹിത്യവും തഴച്ചു വളർന്ന പ്രദേശമാണ്. മംഗളോദയത്തിൽ ചങ്ങമ്പുഴ ഉണ്ടായിരുന്നു, പ്രേംജി ഉണ്ടായിരുന്നു, മുണ്ടശ്ശേരി മാഷ് ഉണ്ടായിരുന്നു, നവജീവൻ ഇവിടെയായിരുന്നു. വലിയ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നവോത്ഥാന കാലത്ത് നടന്നൊരു സ്ഥലമാണ്. മുണ്ടശ്ശേരി മാഷ് ഇവിടെ നിന്ന് ജയിച്ച് മന്ത്രിയായ സ്ഥലമാണ്. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് ഇടതുപക്ഷം ഒരു സാംസ്കാരിക പ്രവർത്തകനെ നിർത്തുമ്പോൾ നമുക്ക് സാംസ്കാരികതയോടുകൂടിയ രാഷ്ട്രീയം എന്നൊരു കാഴ്ചപ്പാടാണ് ഞാൻ തുടക്കം മുതൽ സ്വീകരിച്ചിട്ടുള്ളത്. ധാരാളം കവിതകൾ ചൊല്ലി, ചില കഥകൾ പറഞ്ഞ്, പാട്ടുകൾ പാടി ജനങ്ങളെ കൂടുതൽ ആഹ്ലാദിപ്പിച്ചുകൊണ്ടും സമരോത്സുകരാക്കിക്കൊണ്ടും ഒരു യാത്ര വളരെ നന്നായി നടക്കുന്നതായിട്ടാണ് എനിക്കും എൻ്റെ കൂടെ നിൽക്കുന്നവർക്കും തോന്നുന്നത്. നന്നായി പോകുന്നു. ശരിക്കും ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായിരുന്നു തൃശ്ശൂരിന്. തീർച്ചയായും ഞാൻ സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ച ഒരാളല്ല. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനല്ലോ പ്രത്യക്ഷമായി. പക്ഷേ ഞാൻ 10 വയസ്സ് മുതൽ ഒരു സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഇടതുപക്ഷത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ്. അപ്പോൾ തൃശ്ശൂരിൽ ഇങ്ങനൊരു ആലോചന വന്നപ്പോൾ ആയിരിക്കണം, മറ്റൊരു പേരില്ല, ആലങ്കോട് നിൽക്കണമെന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ബിനോയ് വിശ്വം സഖാവാണ് വിളിച്ചത്. ഞാനത് ആദ്യം അയ്യോ എന്ന് പറഞ്ഞ് നിഷേധിക്കാൻ ശ്രമിച്ചപ്പോൾ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു, ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു, ഇടതുപക്ഷം ഒന്നിച്ച് തീരുമാനിച്ചിരിക്കുന്നു, പിന്മാങ്ങാൻ പറ്റില്ല. പിന്നെ ഇടതുപക്ഷം അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചാൽ പിന്മാങ്ങാൻ പറ്റാത്ത വിധത്തിൽ എനിക്ക് ഇടതുപക്ഷവുമായിട്ട് അങ്ങനത്തെ ഒരു ഹൃദയബന്ധമുണ്ട്. ഞാൻ ഹൃദയപക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിത്വം സ്വീകരിച്ചു. മറ്റൊരു സർപ്രൈസായിട്ട് അത് മാറട്ടെ, ഇവിടെ ഒരു സാംസ്കാരിക പ്രവർത്തകൻ, കവി ജയിക്കുന്ന ഒരു ചരിത്രം ഉണ്ടാകട്ടെ എന്ന് ആശിക്കുകയും ചെയ്യുന്നു. പിന്നീട് തൃശ്ശൂർക്കാരനായി മാറിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വടൂക്കര താമസാക്കി. അല്ലെങ്കിലും ഞാനൊരു 4.5 പതിറ്റാണ്ടായി തൃശ്ശൂർക്കാരനാണ്. ആഴ്ചയിൽ 5 ദിവസങ്ങളിലൂടെ പ്രസംഗിക്കാൻ വരുന്ന ഒരാളാണ്. സാഹിത്യ അക്കാദമിയിൽ 11 വർഷമായിട്ട് നിർവാഹക സമിതി അംഗമാണ്. പിന്നെ യുവകലാസാഹിത്യയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് 12 വർഷമായില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇവിടുത്തെ എല്ലാ ഗ്രാമഗ്രാമാന്തരങ്ങളിലും, തൃശ്ശൂരിൽ മിക്കവാറും എല്ലായിടത്തും, ഞാനിപ്പോൾ പോയ സ്ഥലത്തൊക്കെ പലതവണ വായനശാലകൾ പ്രസംഗിക്കാൻ വന്നതാണ്. പക്ഷേ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഇലക്ഷൻ പ്രചാരണം എന്ന് പറഞ്ഞാൽ മറ്റൊന്നാണ്. അതിപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഈ താഴെത്തട്ടിലെ മനുഷ്യർ തരുന്നൊരു സ്നേഹവും അവരെ ചേർത്ത് പിടിക്കലും, ആ അടിത്തട്ടിൽ പോയി നമ്മൾ അവരെ തൊടലും, ഇവരെയൊക്കെ ഈ രാഷ്ട്രീയ പ്രവർത്തകരോടുള്ള എൻ്റെ ബഹുമാനം വല്ലാതെ വർദ്ധിച്ചപ്പോഴാണ്. ഇവരെങ്ങനെയാണ് ഈ ആളുകളെ കൂടെ നിർത്തുന്നത്? നമുക്ക് വേദിയിൽ ഒരുക്കി തരുന്ന വേദിയിൽ വന്ന് പ്രസംഗിക്കുന്ന പോലെയല്ല. ഒരുക്കി തരുന്ന വേദിയിൽ വന്ന് പ്രസംഗിച്ച് നമ്മൾ ഇറങ്ങിപ്പോയി. ഇത് ഒരുക്കലുണ്ടല്ലോ, അടിത്തടത്ത് ഈ മനുഷ്യരെ ചേർത്ത് പിടിച്ചത്. അവരൊക്കെ ഓരോരുത്തരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഇവരെയൊക്കെ ബഹുമാനിച്ചുകൊണ്ടാണ്, ഇവരെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ്, ഞാൻ ഇവരിൽ നിന്ന് പഠിച്ചുകൊണ്ടാണ് മുന്നേറുന്നത്. എങ്ങനെ പൊതുവെയുള്ള പ്രതികരണം എങ്ങനെയാണ്? നല്ല അനുഭവമാണ്. ആ അടിത്തട്ടിലെ മനുഷ്യർക്ക്, ഞാൻ പാർട്ടിക്കാരെ മാത്രമല്ലല്ലോ കണ്ടത്, സാധാരണക്കാരായ ആളുകൾ, ഇടത്തരക്കാർ, ജീവനക്കാർ, റിട്ടയർഡ് ജീവനക്കാർ, വൃദ്ധർ, കുട്ടികളാണ് ഏറ്റവും കൂടുതൽ അടുത്ത് വരുന്നത്. അവരൊക്കെ ആട് സംസാരിക്കുമ്പോൾ, വിശേഷിച്ചും വയസ്സായവർക്കൊക്കെ ഇടതുപക്ഷത്തെക്കുറിച്ചൊരു പരാതിയില്ല. അടിത്തട്ടിൽ ഒരു മനുഷ്യനും ഇതേവരെ 1-2 നിവേദനങ്ങൾ അവരുടെ ആഗ്രഹം പറഞ്ഞു എന്നല്ലാതെ ഇന്ന കാര്യങ്ങളിൽ കുഴപ്പമുണ്ട് എന്ന് അടിത്തട്ടിലെ ആളുകൾ പറയണ്ടേ. മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു, പ്രതിപക്ഷം പ്രചരിപ്പിക്കുന്നു, അതവർക്ക് സ്വാഭാവികമാണ്, അവർക്ക് പ്രചരിപ്പിച്ചല്ലേ പറ്റൂ. പക്ഷേ സാധാരണ മനുഷ്യർക്ക് ഒരു പരാതിയില്ലെന്ന് മാത്രമല്ല, അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഇടതുപക്ഷം വരണമെന്ന് തന്നെയാണ്. കാരണം ഇപ്പോൾ പെൻഷനൊക്കെ ഇപ്പോൾ 4000 ഇപ്പോൾ കിട്ടാൻ പോകുന്ന പെൻഷൻ. നമ്മൾ അതിദാരിദ്ര്യം മുക്തമാക്കിയെന്നത് സത്യമാണ്. പട്ടിണി കിടക്കുന്ന വീടുകളില്ല. സമൃദ്ധി നിറഞ്ഞ കണി തന്നുകൊണ്ടാണ് എന്നെ സ്വീകരിക്കുന്നത്. അപ്പോൾ എനിക്ക്, ഞാൻ പറയാതെ തന്നെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു വികാരവും ആഗ്രഹവും അഭീഷ്ടവും ഇച്ഛയും, ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരും എന്ന് തന്നെയാണ്. വിജയസാധ്യതയുടെ ഘടകമായി കാണുന്നതും ഈ സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു വികാരം ഉണ്ടല്ലോ. ഞാൻ നേരത്തെ പരിചയമില്ലാത്തൊരു വികാരമണ്ഡലത്തിലൂടെയാണ് പോയത്. അപ്പോൾ അവർ തരുന്നൊരു ആവേശോജ്വലമായ, അമ്മമാരൊക്കെ വന്ന് കരഞ്ഞ് പിടിച്ചുകൊണ്ട് ജയിക്കും മോനെ എന്നൊക്കെ പറയുമ്പോൾ നമ്മളും ആകെ ഒരുതരം മാനസികാവസ്ഥയിലെത്തും. അവരുടെയൊക്കെ ഒരു വികാരമുണ്ട്. അവരെ പരിഗണിച്ച, ചേർത്ത് പിടിച്ച അവരുടെ സ്വന്തം ഗവൺമെൻറ് എന്നൊരു വികാരം അവരുടെ മനസ്സിലുണ്ട്. പ്രതിപക്ഷം പ്രധാനമായും പ്രചരിപ്പിക്കുന്നത് ഭരണവിരുദ്ധ തരംഗം എന്ന പേരിലാണ്. അതിനെങ്ങനെയാണ് കാണുന്നത്?
അല്ല, എന്ത് ഭരണവിരുദ്ധതയാണ് അവർ പറയുന്നത്? ഏതർത്ഥത്തിലാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അടിത്തട്ടിൽ പോയി, പിന്നെ പൊതുവെ എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് ഞാൻ കേരളത്തിൽ മുഴുവൻ സഞ്ചരിക്കുന്ന ഒരാളാണ്. എൻ്റെ അറിവിൽ അങ്ങനെ ഒരു ഭരണവിരുദ്ധത എവിടെയും ഉണ്ടായിട്ടില്ല. ഭരണം കൊണ്ട് ജനങ്ങൾക്ക് എവിടെയാണ് ദ്രോഹം ഉണ്ടായത്? ഏത് ഭാഗത്താണ് ജനദ്രോഹം ഉണ്ടാക്കിയിട്ടുള്ളത്? ഉണ്ടായ ദ്രോഹം എന്ന് പറയുന്നത് ഇവിടുത്തെ കുത്തക മുതലാളിമാർക്കും വർഗീയവാദികൾക്കും ഫാഷിസ്റ്റുകൾക്കും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. കാരണം ഇതൊരു മതേതര മാനസികാവസ്ഥ ഉണ്ടാക്കുന്ന ഗവൺമെൻറ്, അത്തരം ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. വിശേഷം ഭരണത്തിൻ്റെ അധികാരത്തിൻ്റെ ലാഭം ഉപയോഗിച്ച് പലതും നേടാൻ കഴിയുന്ന അത്തരം ഭരണം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന അത്തരം ആളുകൾക്ക് അത് ജനവിരുദ്ധത ഉണ്ടെന്ന് തോന്നും. ഏറ്റവും കൂടുതൽ തൃശ്ശൂരിനെ കുറിച്ച് ഇപ്പോൾ കൃത്യമായി തന്നെ മനസ്സിലാക്കി കാണുമല്ലോ. രണ്ട് മൂന്നും ഘട്ടം പ്രചരണവും കഴിഞ്ഞ് കാണും. തൃശ്ശൂരിനെ ഇനി അടിയന്തരമായി അല്ലെങ്കിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാന ആവശ്യം മനസ്സിൽ ഇപ്പോൾ പലരെയും കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടാവും. അത് എന്തൊക്കെയായിരിക്കും ഒരു ആദ്യഘട്ടത്തിൽ പറയാനുള്ളത്? പ്രധാനമായ കാര്യം ഇവിടുത്തെ ഈ ഗതാഗത കുരുക്കാണ്. അപ്പോൾ നമുക്ക് ഈ ദൂരെ പോകുന്ന ദീർഘദൂര യാത്രകൾക്ക് തൃശ്ശൂർ വരേണ്ട ഒരു കാര്യമില്ല. നമുക്ക് അമല മുതൽ മണ്ണുത്തി വരെ ഒരു എലിവേറ്റഡ് ഹൈവേയോ ഒരു വിശാലമായ ബൈപ്പാസോ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നഗരത്തിലെ ഗതാഗത കുരുക്ക് വലിയൊരു തോതിൽ, ഞാനിതിൽ സ്ഥിരം യാത്ര ചെയ്യുന്ന ആളാണ്, നഗരത്തിലാണ്ട് കുടുങ്ങിപ്പോവും. മറ്റൊന്ന്, നമ്മുടെ ട്രാഫിക് മേഖലകളിൽ അണ്ടർ പാസുകളോ മേലെയുള്ള വഴികളോ ഉണ്ടാക്കിയിട്ട് അവിടുത്തെ കുരുക്ക് ഒഴിവാക്കാം. അതിനേക്കാൾ പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത് ഈ വെള്ളക്കെട്ടുണ്ട് പല പ്രദേശങ്ങളിലും, പല സ്ഥലത്തും. ഇപ്പോൾ കഴിഞ്ഞ വെള്ളപ്പൊക്ക കാലത്ത് വലിയ പ്രശ്നമുണ്ടായി. ആ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ശാസ്ത്രീയമായിട്ട് എന്ത് ചെയ്യാമെന്നൊരു വലിയ പദ്ധതി ആലോചിക്കണം. പിന്നെ ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് ഒരു വലിയ ആഗ്രഹമുള്ളത്, എനിക്ക് ആ സൂ ഒഴിഞ്ഞു പോയ സ്ഥലത്ത് നല്ല മനോഹരമായൊരു പച്ചപ്പുള്ള സ്ഥലം, അവിടെ കേരളീയ കലകൾ മതേതരമായി സമാഹരിച്ചൊരു സമഗ്ര സംസ്കാര കേന്ദ്രം ഉണ്ടാക്കി, സാഹിത്യ അക്കാദമി, സംഗീതനാടക അക്കാദമി, മുണ്ടശ്ശേരി സ്മാരകം, ജവഹർ ബാലഭവൻ, അങ്ങനൊരു വലിയ സാംസ്കാരിക സമുച്ചയ മേഖല എല്ലാ നിലയ്ക്കും. അത് വെറും ഒരു കവിതയും പാട്ടും മാത്രമല്ല, മനുഷ്യൻ്റെ മതാതീത മനുഷ്യ സംസ്കാരം, മാനവികത നിലനിൽക്കാൻ പോകുന്ന, പുതിയ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പോകുന്ന ഒരു കാര്യമായിട്ട് തന്നെ മാറ്റിയാൽ തൃശ്ശൂർ ഒരു മധുര മനോഹര മനോജ്ഞ തൃശ്ശൂരാവും. കടുത്ത ചൂടിനെ വകവയ്ക്കാതെ തൃശ്ശൂർ മണ്ഡലത്തിൽ ഇടത് പ്രചരണം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ ആശംസകളും. ചൂട് പിടിച്ച പ്രചരണം തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ. സംസ്ഥാനം ഉറ്റുനോക്കുന്ന പോരാട്ടമായി തൃശ്ശൂർ മാറുമ്പോൾ ഇപ്പോൾ UDFിൻ്റെ സ്ഥാനാർത്ഥി മുൻ മേയർ കൂടിയായ രാജൻ ജയപ്പല്ലൻ. കടുത്ത ചൂടിനിടയിലാണ് ഓട്ടം. ചൂടുണ്ട്, ഇലക്ഷനല്ലേ, ഇലക്ഷൻ്റെ ചൂടുണ്ട്, അന്തരീക്ഷത്തിൽ ചൂടുണ്ട്. പൊതുവിലുള്ള വികാരം എങ്ങനെയാണ്? അല്ല, ഞാൻ തൃശ്ശൂർക്കാർക്ക് ഞാൻ തൃശ്ശൂരിൽ ജനിച്ചവനാണ്, തൃശ്ശൂരിൽ വളർന്നവനാണ്. തൃശ്ശൂർക്കാർക്ക് എൻ്റെ അറിയാം. 25 വർഷക്കാലം കോർപ്പറേഷൻ രൂപീകരിച്ച കാലഘട്ടം മുതൽ ഞാൻ തൃശ്ശൂരിൻ്റെ ജനപ്രതിനിധിയാണ്. അപ്പോൾ തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്നും കാണുന്നൊരു മുഖമാണ്, അവരെയും ഞാൻ എന്നും കാണുന്നവരാണ്. അപ്പോൾ നമുക്ക് ആരും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. തൃശ്ശൂർക്കാരനായതുകൊണ്ട് തൃശ്ശൂർക്കാരൻ്റെ കൈവിടില്ല എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പൊതുവിലുള്ള വികാരം വോട്ടർമാരുടെ ഭാഗത്തുനിന്ന് അല്ല, ഞാൻ ചെല്ലുമ്പോഴൊക്കെ ഞാൻ മേയറായിരിക്കുമ്പോൾ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് അവർ എണ്ണി പറയുന്നത്. അതിനൊരു നന്ദി സൂചകമായി അവർ സ്വാഭാവികമായും രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിമത ചിന്തകൾക്ക് അതീതമായി വലിയ ഭൂരിപക്ഷത്തിൽ എന്നെ വിജയിപ്പിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം നേരത്തെ UDFിൻ്റെ കയ്യിൽ ഏറെക്കാലം ഉണ്ടായിരുന്ന മണ്ഡലമാണ്, അതാണ് കഴിഞ്ഞ വേളയിൽ ഇടതിലേക്ക് പോയത്. അത് തിരിച്ചു പിടിക്കാൻ മുന്നോട്ട് പോകും കാണുന്ന ആ പ്രതീക്ഷ എന്താണ്? അത് തിരിച്ചു പിടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. സംസ്ഥാനത്ത് UDFിന് അനുകൂലമായ അന്തരീക്ഷമുണ്ട്. ശബരിമല കൊള്ളയടക്കമുള്ള ഗൗരവമായ കാര്യങ്ങൾ ജനങ്ങളുടെ മനസ്സിലുണ്ട്. സ്വാഭാവികമായും സംസ്ഥാനത്തുണ്ടായിരുന്ന ഇടതുപക്ഷത്തിനെതിരെയുള്ള വികാരം നമുക്ക് തീർച്ചയായും വോട്ടായി വരും. അതിലുപരി തന്നെ തൃശ്ശൂർ ജനങ്ങളുമായി ഞാൻ അത്രമാത്രം വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്, പതിറ്റാണ്ടുകളുടെ ബന്ധമാണ്. തൃശ്ശൂർ കോർപ്പറേഷനിൽ ഞാൻ ചെയ്ത വികസന പ്രവർത്തനങ്ങൾക്ക് എണ്ണി അവർക്ക് അറിയാവുന്നതാണ്. കിഴക്കേക്കോട്ട, പടിഞ്ഞാറേക്കോട്ട, പൂങ്കുന്നം, നടുവിലാല്, കുറുക്കഞ്ചേരി ജംഗ്ഷനുകളുടെ വികസനമൊക്കെ നമ്മൾ നടപ്പാക്കിയത് 3 മാസം കൊണ്ടാണ്. ദിവാഞ്ചിമൂല മേൽപ്പാലം കൊണ്ടുവന്നത് 6 മാസം കൊണ്ടാണ്. ഇപ്പോൾ പതിറ്റാണ്ടുകൾ തടസ്സമായി നിന്നിരുന്ന ബോട്ടിൽ നെക്ക്, പട്ടാളനോട് ബോട്ടിൽ നെക്ക് ഒഴിവാക്കിയതും ഇതുപോലെ ചെറിയ ദിവസങ്ങൾ കൊണ്ടാണ്. ഞാൻ ഏറ്റവും കുറവ് മേയറായിരുന്ന ആളാണ് ഞാൻ. ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ചെയ്തത് എൻ്റെ കാലത്താണ്. എൻ്റെ കൗൺസിലർമാരുടെയും ജനങ്ങളുടെയും സപ്പോർട്ടോടു കൂടിയാണ് അത് വിജയിച്ചത്. ഈ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തി പറയുമ്പോൾ ഇടത് മുന്നണിയും ഞങ്ങൾ വികസനം നടപ്പാക്കി എന്നൊരു പ്രചരണവുമായാണ് മുന്നോട്ട് പോകുന്നത്. അതിനെങ്ങനെയാണ് പ്രതികരിക്കുക? 10 വർഷക്കാലം ഇടതുപക്ഷമാണ് കോർപ്പറേഷൻ ഭരിച്ചത്. 10 വർഷക്കാലം ഒരു അസംബ്ലിയിൽ ഒരു മന്ത്രിയും ഒരു MLAയും ഉണ്ടായിരുന്നു. എന്ത് ചെയ്തു എന്ന് അവർ ചൂണ്ടിക്കാട്ടിയിട്ട് ഞാൻ നിങ്ങളോടിപ്പോൾ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് തന്നെ ഞാൻ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറയുകയുണ്ടായി. അവർ എണ്ണി പറയട്ടെ, ഞങ്ങൾ 10 വർഷം കൊണ്ട് ഇന്നത് ചെയ്തു. 10 വർഷം കൊണ്ട് ജനോപകാരപ്രയ എന്തെങ്കിലും ചെയ്യാനാണ്. ജനപ്രിയ പദ്ധതികൾ തയ്യാറാക്കണം, ജനങ്ങൾക്ക് ആവശ്യമായ പദ്ധതികൾ തയ്യാറാക്കണം. കാശ് ഒരുപാട് ചിലവാക്കണമല്ല. 18-19 കോടി ചിലവാക്കി ആകാശപാത നിർമ്മിക്കലല്ല വികസനം. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ചെയ്യണം, ജനപ്രിയ പദ്ധതികൾ ചെയ്യണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതും ജനപ്രതിനിധികൾ ചെയ്യേണ്ടതും.
അങ്ങനെയുള്ള ഒരുപാട് പദ്ധതികൾ ഇപ്പോഴും മുൻ മേയർ എന്ന നിലയിലും പ്രതിനിധി എന്ന നിലയിൽ കഴിഞ്ഞ തവണ പ്രതിനിധി എന്ന നിലയിലും ഉള്ളിലുണ്ടാകും. ഏറെ നടപ്പാക്കിയ കാര്യങ്ങളും പറഞ്ഞു. അതോടൊപ്പം തന്നെ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ, തൃശ്ശൂരിനെ പ്രതിനിധീകരിച്ച് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ തൃശ്ശൂരിനെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കും. ഞാൻ തൃശ്ശൂരിനെ കുറിച്ച് കാഴ്ചപ്പാട് വിശദമായി പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. എന്നെ നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ 5 വർഷം കൊണ്ട് നടപ്പാക്കേണ്ട പദ്ധതികൾ ഒരു പ്രത്യേക കലണ്ടർ ഉണ്ടാക്കും. ആ കലണ്ടർ ഉണ്ടാക്കിക്കൊണ്ടാണ് ഞാൻ മേയറായിരിക്കുമ്പോഴും ചെയ്തത്. അതുപോലെ തന്നെ അസംബ്ലി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ 6 മാസം കൊണ്ട് നടപ്പാക്കുന്ന പദ്ധതികൾ തയ്യാറാക്കും. 1 വർഷം കൊണ്ട് നടപ്പാക്കുന്ന പദ്ധതികൾ തയ്യാറാക്കും. 2 വർഷം കൊണ്ട് നടപ്പാക്കുന്ന പദ്ധതികൾ തയ്യാറാക്കും. 5 വർഷം കൊണ്ട് നടപ്പാക്കുന്ന ജനപ്രിയ പദ്ധതികൾ തയ്യാറാക്കി ജനങ്ങളുമായി ആലോചിച്ച്, റെസിഡൻസ് അസോസിയേഷൻ ആലോചിച്ച്, സന്നദ്ധ സംഘടനയുമായി ആലോചിച്ച്, വിദഗ്ധരുമായി ചർച്ച ചെയ്ത് നമ്മൾ കാണുന്ന സ്വപ്നം കാണുന്ന തൃശ്ശൂരിനെ ഞാൻ മാറ്റും. എതിർ സ്ഥാനാർത്ഥികളാണ് എതിർ സ്ഥാനാർത്ഥികൾ എല്ലാവരും ശക്തരാണ്. സ്വാഭാവികമായിട്ട് ഏത് കാലഘട്ടത്തിലായാലും, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലായാലും, അസംബ്ലി തെരഞ്ഞെടുപ്പിലായാലും, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലായാലും രാഷ്ട്രീയ പാർട്ടി എതിർ പാർട്ടികൾ രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുന്നവർ ഒരു ഇലക്ഷൻ ആകുമ്പോൾ എല്ലാവരും ശക്തരായിട്ട് തന്നെയാണ് നാം കാണേണ്ടത്. ഈ ഇലക്ഷൻ വരുമ്പോൾ ഈ കോൺഗ്രസിനുള്ള ഏറ്റവും കൂടുതൽ പറയാനുള്ള പടലപ്പിണക്കം മാറി നിൽക്കുക എന്നുള്ളത് തൃശ്ശൂരിൽ എങ്ങനെയാണ്? ഇല്ല, അങ്ങനെ ഒരു സ്ഥലത്ത് പോലും പടലപ്പിണക്കം മാറി നിൽക്കുന്ന സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ സംഭവങ്ങളില്ല. അടുത്ത ചൂടാണ്. എത്ര ഘട്ടമായി പ്രചാരണം? ഇന്നത്തെ പര്യടനം ഇന്ന് 4 ദിവസം കൊണ്ടുള്ള പര്യടനം ഇന്ന് സമാപിക്കും. ജീപ്പിൽ കയറിയിട്ടുള്ള പര്യടനം ഇന്ന് സമാപിക്കും. വിൽവട്ടം മേഖലയിലാണ് ഇന്ന് രാവിലെ മുതൽ 8 മണിക്ക് ആരംഭിച്ചു. ഇന്ന് രാത്രി 9 ആകുമ്പോഴേക്കും വിൽവട്ടം മേഖലയുടെ പര്യടനത്തോട് കൂടിയിട്ട് തൃശ്ശൂർ നിയോജകമണ്ഡലത്തിലുള്ള വാഹന പര്യടനം അവസാനിക്കും. ഈ മറ്റ് മണ്ഡലങ്ങളെ പോലെയല്ല തൃശ്ശൂരിനെ സംബന്ധിച്ച് തേറമ്പി രാമകൃഷ്ണനെ പോലെ ഒരാൾ MLA ആയിരുന്നാണ്. അദ്ദേഹത്തെ ഈ നാട്ടിലെ ഓരോരുത്തർക്കും നേരിട്ട് അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് കുറേ കാലങ്ങളായിട്ട്. അപ്പോൾ കടുത്തൊരു ടാസ്ക്കാണ്. അല്ല, തേറാമ്പി രാമകൃഷ്ണൻ്റെ അനുഗ്രഹത്തോടു കൂടിയാണ് ഞാൻ മത്സരിക്കുന്നത്. തേറാമ്പി രാമകൃഷ്ണൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് നമ്മുടെ ഇലക്ഷൻ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തേറാമ്പി രാമകൃഷ്ണൻ എനിക്ക് വേണ്ടി പ്രത്യേകമായ ഒരു അഭ്യർത്ഥന പോലും തയ്യാറാക്കുന്നുണ്ട്. അത് നടക്കുന്നുണ്ട്. അത് മണ്ഡലത്തിലെ വോട്ടർമാരോട് ഒടുവിൽ എന്താ പറയാം? ഇല്ല, ഞാൻ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് ഞാൻ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും ഞാൻ നേരിട്ട് അറിയാം. ജനങ്ങളുമായി നേരിട്ട് ബന്ധമുള്ളവരാണ്. രാജൻ ചേട്ടാ എന്നും മോനെ എന്നും ഡാ എന്നും വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ തൃശ്ശൂർക്കാരനാണ്. തൃശ്ശൂർ ജനിച്ചു വളർന്നവനാണ്. ഇപ്പോഴും തൃശ്ശൂർ താമസിക്കുന്നവനാണ്. അപ്പോൾ ഞാൻ അന്യനാട്ടിൽ നിന്ന് വന്ന ഒരാളല്ല. അതുകൊണ്ട് തൃശ്ശൂർക്കാരൻ്റെ ഹൃദയപൂർവ്വം സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വലിയ ആത്മവിശ്വാസത്തിൽ തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥി മുന്നോട്ട് പോവുകയാണ്, കടുത്ത ചൂടിനെയും അവഗണിച്ചുകൊണ്ട്. എല്ലാവിധ ആശംസകളും. താങ്ക് യു. ബൂത്തിലേക്ക് പോകാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. എല്ലാ മണ്ഡലങ്ങളിലും പ്രചരണം അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പരമാവധി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള തിരക്കിലാണ്. തൃശ്ശൂർ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. ശ്രീമതി പത്മജ തിരക്ക് പിടിച്ച ഓട്ടത്തിലാണ്. ഏതുവരെ ഈ പ്രചരണം? ഇപ്പോൾ അവസാനം ഇനിയിപ്പോൾ ഇത്ര ദിവസമല്ലേ ഉള്ളൂ, 1.5 ദിവസമല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ എത്രത്തോളം പ്രതീക്ഷയുണ്ട്? നല്ല വിജയപ്രതീക്ഷയുണ്ട്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. എന്നാലും ഞാനും അതേമാതിരി തന്നെ വിജയപ്രതീക്ഷയിലാണ്. പ്രതീക്ഷയുടെ ഘടകങ്ങളായിട്ട് എന്തൊക്കെയാണ് കാണുന്നത്? അല്ല, നമ്മുടെ ആളുകളുടെ ഒരു കൂട്ടായ്മ തന്നെയാണ് വലിയൊരു. കാരണം ഇവരൊരിക്കലും ചതിക്കുന്ന, പിന്നിൽ നിന്ന് കുത്തുന്ന സ്വഭാവമൊന്നുമില്ല. അതെന്നെ വലിയ പ്ലസ് പോയിൻ്റാണ്. പിന്നെ എന്നെ അറിയുന്ന കുറേ ആളുകളുണ്ട്, അവർ വോട്ട് ചെയ്യുമെന്നുള്ള തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ പിന്നിൽ നിന്ന് കുത്തുന്ന പ്രയോഗവും ആ രീതിയും കുറേ കാലങ്ങളായി പറയുന്നുണ്ട്. ഇപ്പോഴും അതിലവിടെ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, അതിപ്പോൾ രാജമല്ല അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിനും നല്ല ഇത് കിട്ടുന്നുണ്ട്. അദ്ദേഹം ആരെയും വിശ്വസിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരൊക്കെ ആ കൂട്ടത്തിലുള്ളതായിരുന്നു പണ്ട്. ഏറെ കാലം കൂടെ ഉണ്ടായിരുന്നതാണ്. ഒപ്പമുണ്ടായിരുന്നത് മാത്രമല്ല നേതൃപദവിയിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. പലരും ആ ഒരു ഇതിലൂടെയാണ് കടന്നു പോകുന്നതാണ് പറയുന്നത്. അതെ, കോൺഗ്രസ്സുകാരല്ലേ. സ്ഥാനമോഹമാണോ? അതായത് ഒരാൾ വന്നാൽ അടുത്ത കുറേ പേർക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇയാൾ ജയിച്ചാൽ ഞങ്ങൾക്ക് ചാൻസ് ഇല്ല എന്നുള്ളതുകൊണ്ട് ഉള്ളിൽ നിന്ന് തന്നെ നല്ല കുത്ത് കിട്ടും. ഇത്തവണ ഭരണം, സംസ്ഥാന ഭരണം അങ്ങോട്ട് പോകും. ഞാൻ സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടില്ല. ഒന്നാമത് അന്വേഷിക്കാൻ നേരമില്ല. ഇവിടുന്ന് വന്ന രാത്രി ലേറ്റ് ആവില്ല. അപ്പം കടന്നുറങ്ങണ, പിന്നെ സ്വപ്നം കാണുന്നതായിരിക്കും പലതും. അല്ലാണ്ട് യാഥാർത്ഥ്യം എന്താണെന്ന് എനിക്കറിയില്ല. ഈ NDAയുടെ കാര്യത്തിലേക്ക് വരാം. ഈ UDFൽ പലപ്പോഴും ഭരണത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇടതു ഭരിക്കുകയാണ്. UDFന് ഈ ഭരണം കിട്ടാത്തതിൻ്റെ കാരണം തന്നെ ഈ കാലുവാരലാണോ? പിന്നെ തീർച്ചയായിട്ടും തമ്മിൽ അടിയും വഴക്കും. ഇപ്പം തന്നെ കണ്ടില്ലേ, കുറച്ച് ദിവസമായിട്ട് എന്താ അടിയായിരുന്നത്. ഇപ്പം ഇനിയും ഇപ്പം ഈ പറഞ്ഞവർ കുറേ മുഖ്യമന്ത്രി മോഹികളുണ്ട്. അപ്പോൾ ആര് മുഖ്യമന്ത്രി ആവുന്നുണ്ട് കണ്ടാൽ അവരെ ഇട്ടിട്ട് കാലുവരിക്കലാണ് എൻ്റെ ഉള്ളിലെ പണി. BJPയുടെ പ്രതീക്ഷ എന്താണ് കാണുന്നത്? വോട്ടർമാർ BJPക്ക് വോട്ട് ചെയ്യുന്നുള്ള ആ പ്രതീക്ഷയുടെ ഘടകങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത്? വളരെയധികം മാറ്റം വന്നിട്ടുണ്ട് ജനങ്ങളിൽ. ഞാനിപ്പോൾ 5 കൊല്ലം മുമ്പ് കണ്ട രീതിയല്ല അവിടെ.
ഒരുവിധ ആൾക്കാരെല്ലാം ബി ജെ പിക്കും അവർക്ക് മാറ്റം വേണം. അവർക്ക് മനസ്സിലായി തുടങ്ങി ഈ 2 ഗവൺമെൻറ് വന്നിട്ട് ഒരു ഗുണമില്ല. പലരും മാറുകയാണ് ബി ജെ പിയിലേക്ക്. അത് തന്നെയാണ് ഏറ്റവും വലിയ കോൺഫിഡൻസ്. പക്ഷെ അത് ബി.ജെ.പി. എല്ലാ തവണയും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുമ്പോഴും ഈ പറയുന്ന പോലെ കെട്ടുറപ്പോടെ പ്രവർത്തിക്കുമ്പോഴും വിജയത്തിലേക്കുള്ള ആ വോട്ട് അനുപാതം വരുന്നുണ്ടോ? അല്ല, ഇനിയിപ്പോൾ കണ്ടോളൂ, ഈ ഇലക്ഷൻ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ വിചാരിക്കാത്ത സീറ്റുകളാണ് കിട്ടാൻ പോണത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ പുതിയ പ്രസിഡന്റ് വന്നേ പിന്നെ വളരെ ശക്തമായിട്ട് ബി ജെ പി മുന്നോട്ട് പോകുന്നുണ്ട്. ജില്ലയിൽ പ്രഥമ മണ്ഡലമായിട്ട് തൃശ്ശൂർ തന്നെയാണ് കാണുന്നതല്ലേ? എനിക്കറിയില്ല. ഞാൻ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്, എൻ്റെ കൂടെയുള്ള ആൾക്കാർ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. ഒരാത്മവിശ്വാസം എനിക്കുണ്ട്. അപ്രതീക്ഷിതമായിരുന്നു, പാർട്ടി പെട്ടെന്ന് യോജിക്കുകയായിരുന്നു അങ്ങോട്ട്. അതെ അതെ, എനിക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനില്ല, 2-3 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി ഇങ്ങനത്തേനൊക്കെ ഒന്ന് പറഞ്ഞേ ഉള്ളൂ. പക്ഷെ അവിടെ നിന്ന് സമ്മതിച്ചില്ല. ഡൽഹിയിൽ നിന്ന് മത്സരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ സന്തോഷത്തോടെ, എൻ്റെ സ്ഥലത്തല്ലേ, ഇവിടെ വലിയ പരിചയപ്പെടുത്തൽ ആവശ്യമില്ല, അതുകൊണ്ട് ഇവിടെ വന്നു. തീർച്ചയായും പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. ഇവിടേക്ക് വരുമ്പോൾ പ്രധാനമായി മണ്ഡലം പിടിക്കുക എന്ന ലക്ഷ്യം തൃശ്ശൂർ തന്നെയാണ് ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിക്കുന്നത്. അത് കേന്ദ്ര ഇല്ല, ഞാനിവിടെ മാത്രമേ കേന്ദ്രീകരിക്കുന്നുള്ളൂ. അത് എനിക്കറിയുന്ന നാട്ടിൽ പോയിട്ടല്ലേ കാര്യമുള്ളൂ. നമ്മൾ കൂടുതലും ബന്ധങ്ങളും ഇതെല്ലാം ഇവിടെയല്ലേ. സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ട് വിഹിതം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അതെനിക്കറിയില്ല. എന്തായാലും ബി ജെ പിയുടെ ജയിക്കുന്ന തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വോട്ടായിട്ട് കമ്പയർ ചെയ്യരുത്. അദ്ദേഹത്തിന് എല്ലാവർക്കും നന്നായിട്ട്, പിന്നെ സിനിമ താല്പര്യമുള്ള ആൾക്കാർ, അങ്ങനെ എല്ലാ രീതിയിലുള്ള വോട്ടും ഉണ്ട് അദ്ദേഹത്തിന്. നമുക്ക് കുറേ പരിചയമുള്ള ആൾക്കാരുണ്ട് എന്നല്ലാണ്ട് അങ്ങനൊരു അതേമാതിരി ഒന്നും എത്താൻ പറ്റുമോ എനിക്കറിയില്ല. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഇതേ സമയം തന്നെ എതിർ പ്രചരണങ്ങളുമുണ്ട്. ഏറ്റവും ഒടുവിൽ കിറ്റ് വിവാദമായിരുന്നു NDAക്കെതിരെ ഉന്നയിച്ചത്. എങ്ങനെയാണ് കാണുന്നത്? എനിക്കറിയാത്ത കാര്യം എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഈ തിരക്കിനിടയ്ക്ക് എന്ത് കിറ്റ് കൊടുക്കാൻ തന്നെയാണ്. പിന്നെ എല്ലാ സ്ഥലത്തും കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഇവിടെ മാത്രമല്ലല്ലോ, മണലൂർ കേട്ടു. അതെന്തായി? അത് ആരോപണം ഉന്നയിച്ചാൽ ജയിലിലായി. അപ്പോൾ ഇതേമാതിരി തന്നെ എല്ലാ സ്ഥലത്തും ഈ ആരോപണം ഉന്നയിക്കുമ്പോഴും ഇത്തരം വലിയ കിറ്റ് അതുപോലെ സാധനങ്ങളിലൂടെ വോട്ട് കിട്ടുന്നൊരു കാഴ്ചപ്പാടുണ്ടോ പൊതുവിൽ ഏത് കക്ഷിക്കാണെങ്കിലും? അല്ല, കിറ്റ് കൊടുക്കുന്ന എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളത് പാവങ്ങൾക്ക് ഒരു നേരെങ്കിലും നന്നായിട്ട് ഭക്ഷണം കഴിക്കാം. അതിനെ തടയണ എന്തിനാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ അതിലേക്ക് പോകാറില്ല. എതിർ സ്ഥാനാർത്ഥികൾ അങ്ങനെ കാണുന്നു? അല്ല, രണ്ടുപേരും ശക്തന്മാർ തന്നെയാണ്, ആരും മോശക്കാരൊന്നുമല്ല. അപ്പോൾ എതിരിടേണ്ടത് 2 ശക്തന്മാരോട് തന്നെയാണ് എനിക്ക്. ഏറ്റവും കൂടുതൽ ഈ മണ്ഡലത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഈ മണ്ഡലത്തെക്കുറിച്ച് ഒരുപാട് കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കും. മണ്ഡലത്തിന് വേണ്ടി ജനങ്ങളുടെ മുന്നിൽ വയ്ക്കാവുന്ന പ്രധാന വാഗ്ദാനങ്ങൾ എന്താണ്? പ്രധാന വാഗ്ദാനം ആദ്യം അടിസ്ഥാന സൗകര്യങ്ങൾ ശരിയാക്കുക. റോഡ്, വെള്ളക്കെട്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എന്നിട്ട് മാത്രമേ ഇവിടെ വികസനം കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ജനങ്ങളിവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വരണ്ടേ. അപ്പോൾ ആദ്യം നമ്മുടെ തൃശ്ശൂർ നല്ല റോഡുകൾ വരണം. പിന്നെ ഈ തെരുവ് നായ്ക്കളുടെ ശല്യം കുറയ്ക്കണം. ആൾക്കാർക്ക് റോട്ടിലിറങ്ങി നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. വളരെ തിരക്ക് പിടിച്ച ഓട്ടത്തിലാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് തൃശ്ശൂർ മണ്ഡലത്തെ NDA കാണുന്നത്. ജില്ലയിൽ തന്നെ പ്രഥമ പരിഗണന നൽകുകയും ചെയ്യുന്ന എല്ലാവിധ ആശംസകളും. സ്ഥാനാർത്ഥിക്കൊപ്പം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ തൃശൂർ. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്. നിക്ഷേപങ്ങൾക്ക് കരുതലായി കൂടെയുണ്ട് പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ്. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ് തൃശൂർ, തൃപ്രയാർ. ഹാപ്പി മാരേജിന് ഹാപ്പിയായി സ്വർണ്ണമണിയാം. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിൽ ഡിസൈനർ ജുവലറി, പള്ളിക്കുളം റോഡ് തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും ജോൺസ് ഹോണ്ട തൃശൂർ, ആലപ്പുഴ. കൽപ്പക വെഡ്ഡിംഗ്, കുന്നംകുളം. കുന്നംകുളത്തിന്റെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം, ഏറ്റവും കുറഞ്ഞ വിലകളിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ.